അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു വട കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു വട ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെ ഒന്ന് നോക്കി വരാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ചക്കക്കുരു വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു ഇതവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ബാക്കി സാധനങ്ങളെല്ലാം ഞാനിതിൽ ചേർക്കുമ്പോൾ കാണിക്കാവുന്നതാണ്. അങ്ങനെ ഇതാ നമ്മുടെ ചക്കക്കുരു ഞാനിവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ചക്കക്കുരു പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ഞാനിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 സ്പൂണ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിച്ചി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്തിരി ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഇതാ ഒരു വലിയ സവാള, കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, പച്ചമുളക്. ഈ വെളുത്തുള്ളി കൂട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചക്കക്കുരു കൊണ്ട് ആണല്ലോ നമ്മൾ വട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വെളുത്തുള്ളി കൂട്ടിയാൽ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിനാണ് വെളുത്തുള്ളി ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതാ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈയായിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത്തിരി വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ എന്താ പറയുക, പരിപ്പ് വട ഒക്കെ ഉണ്ടാക്കൂലേ, അതേ രൂപത്തിൽ ആണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ ഇതാ ഞാനിതെല്ലാം കൂടെ ഇവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ പരിപ്പ് വട ഒക്കെ ഉണ്ടാക്കണ പോലെ നമ്മുടെ കൈയുടെ അടിയിൽ കുറേശ്ശെ എടുത്തിട്ട് പരത്തിയിട്ട് നമുക്ക് വട തയ്യാറാക്കാം. അങ്ങനെ ഇതാ നമ്മുടെ വട ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. പൊരിക്കാനായിട്ട് ഇതാ ഞാൻ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വട ഇതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ വട വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മറ്റുള്ളതും കൂടെ നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നമ്മുടെ നല്ല ടേസ്റ്റിയായ ചക്കക്കുരു വട ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റാണ്. ചക്കക്കുരു നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ചക്കക്കുരു കൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്.